ഹലോ വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്ലീനിങ് റൂട്ടീൻ വീഡിയോയുമായിട്ടാണ്. പക്ഷെങ്കിൽ ക്ലീനിങ്ങിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്ന് തോന്നി. ആ ഒരു കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കിച്ചണിലെ ഈ ഒരു സിങ്കിലെ പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ സിങ്കിലൊക്കെ ഇങ്ങനെ പാത്രം കൂടി കിടന്നാൽ തന്നെ എൻ്റെ ഒരു രീതിക്ക് എനിക്ക് വേറെ ഒരു ജോലി ചെയ്യാനായിട്ടും പറ്റത്തില്ല. പ്രത്യേകിച്ച് അടുക്കളയിൽ പിന്നെ ഒന്നിനും എനിക്ക് കയറാൻ പറ്റത്തില്ല. എല്ലാം നീറ്റായിട്ട് കിടന്നാൽ മാത്രമേ എനിക്ക് കുക്ക് ചെയ്യാൻ പോലും തോന്നാറുള്ളൂ. അതുകൊണ്ട് തന്നെ കുക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഞാൻ പറ്റുന്ന പോലെ തന്നെ അപ്പം തന്നെ പാത്രങ്ങൾ കഴുകി വെക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ മാത്രം എന്തെങ്കിലും വയ്യാഴികയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ജോലി മാറ്റി വെക്കാറുള്ളൂ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ക്ലീനിങ് ജോലി തുടങ്ങുന്നത് കിച്ചണിൽ നിന്നാണ്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കള ഫുള്ള് ക്ലീനാക്കി സിങ്കും അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് തുടച്ച് സ്റ്റൗവൊക്കെ ആണെങ്കിലും ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടും. അതാണ് എൻ്റെ ആദ്യത്തെ ജോലി. ഇനി ഞാൻ പറയാനുണ്ടെന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് പോകാം. ഈ അടുത്തായിട്ട് ഞാൻ കുറേയധികം അമ്മമാരെ പരിചയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് പാത്തുനെയും കൊണ്ട് പാർക്കിലൊക്കെ പോകുന്ന സമയത്ത് നടക്കാനായിട്ടൊക്കെ പോകുമ്പോൾ കുറേയധികം അമ്മമാരെയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ആദ്യം ചോദിക്കുക എന്ന് പറയുന്നത് ജോലി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നായിരിക്കും. അപ്പോൾ അമ്മമാരൊക്കെ പറയും ഇല്ല വർക്ക് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് ജോലിയൊന്നുമില്ല. ഇപ്പം ഞാനാണെങ്കിലും പറയും ഇല്ല ജോലി ചെയ്യുന്നില്ല, ഇതൊക്കെ തന്നെയല്ലേ ജോലി എന്ന് പറയും. പക്ഷേങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം നമ്മൾ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും ഏറ്റവും കൂടുതൽ ഒരു ദിവസം ജോലി ചെയ്യുന്നത് അമ്മമാരാണ്, അല്ലെങ്കിൽ വീട്ടിലെ സ്ത്രീകളാണ്. നമ്മളൊരു പർട്ടിക്കുലർ ജോബിന് പോവുകയാണെങ്കിൽ അവിടെ ഇത്ര അവേഴ്സ് വർക്ക് ചെയ്താൽ മതി എന്നുണ്ടാവും. പക്ഷേ നമ്മുടെ വീട്ടിലെ ജോലികൾക്ക് ഇത്ര അവേഴ്സ് വെച്ചിട്ട് നമ്മൾ ജോലി ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ വെളിയിൽ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ ശമ്പളമുണ്ട്. നമ്മൾ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന ആളുകളാണ് സ്ത്രീകൾ. എനിക്ക് തോന്നുന്നു ഒരു 90% വീടുകളിൽ ജോലികൾ ചെയ്യുന്നത് സ്ത്രീകൾ തന്നെയായിരിക്കും. അതിൽ പുറത്തു പോയി വർക്ക് ചെയ്യുന്ന സ്ത്രീകളുമുണ്ട്, വീട്ടിലിരിക്കുന്ന അതായത് ജോലിക്കൊന്നും പോകാതെ വീട്ടിലെ ജോലികൾ തന്നെ ചെയ്തിരിക്കുന്ന വീട്ടമ്മമാരും ഉണ്ട്. അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് നമ്മൾ സ്ത്രീകൾ തന്നെയാണ്. എന്നിട്ടും നമ്മൾ നമുക്ക് ജോലിയൊന്നുമില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എത്ര ജോലി ചെയ്താലും അവൾക്കവിടെ ഒരു പണിയുമില്ല, അല്ലെങ്കിൽ അമ്മ അവിടെ വെറുതെ ഇരിക്കുക എന്നൊക്കെ പറയുന്ന മക്കളും ഭർത്താക്കന്മാരും അച്ഛന്മാരും ഒക്കെ നമുക്കുണ്ട്. പണ്ട് ഞാനും ഇങ്ങനെയായിരുന്നു കേട്ടോ. പണ്ട് ഞാനും അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഇവിടെ എന്താണ് ജോലി, അമ്മ ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ എന്ന്. പക്ഷെ അന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് മോള് വലുതായിട്ട് നീ ഒരമ്മയായതിനു ശേഷം വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോൾ നിനക്ക് മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ടെന്ന്. സത്യമാണ്, അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതോർത്ത് ഇപ്പം ഞാൻ വിഷമിക്കുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്യുമ്പോഴേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ പറയുന്ന ഓരോരുത്തരും ഒരു ദിവസം ഒരു വീട്ടിലെ ജോലികളെല്ലാം ഒറ്റയ്ക്കൊന്ന് ചെയ്തു നോക്കണം. അപ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുക. അപ്പോൾ കുറേ പേര് വേണമെങ്കിൽ പറയാം പണ്ടുള്ളവർ അരി ആട്ടിയും തുണി കല്ലേൽ അലക്കിയും അതുപോലെ തന്നെ അങ്ങനെ പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് വരും. അതുപോലെ നമ്മൾ അരയ്ക്കുന്നതിന് അരകല്ലേലാണ് അരച്ചുകൊണ്ടിരുന്നത്, ഇപ്പം മിക്സി ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. അതങ്ങനെയാണ്, കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് നമ്മളും പുരോഗമിക്കും എന്നും പറഞ്ഞ് നമുക്ക് പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നെന്നും പറഞ്ഞ് ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ അതനുസരിച്ച് മാറ്റങ്ങളുണ്ടാവും. പക്ഷേങ്കിൽ ഈ പെണ്ണുങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ ചെയ്യുന്ന ജോലികൾക്ക് മാത്രം വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. 90% വീടുകളിലും സ്ത്രീകൾ തന്നെയാണ് ചെയ്യുന്നത്. അതേസമയം ബാക്കി 10% വീടുകളിൽ സഹായിക്കുന്ന മക്കളും ഭർത്താക്കന്മാരും ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അവരായിട്ട് കയറി ചെയ്യുന്ന വീടുകളും ഉണ്ടാവും. അങ്ങനെയുള്ളതൊക്കെ ചുരുക്കം ചിലത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വീട്ടിലെ ജോലികളെല്ലാം തീർത്തതിന് ശേഷം ഓഫീസിലേക്ക് പോകുകയും ഓഫീസിലെ വർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് വീട്ടിലെ ജോലികൾ ബാക്കിയുള്ളത് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു വിഭാഗം സ്ത്രീകളെ പറ്റിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവരെടുക്കുന്ന ആ ഒരു എഫേർട്ടിനെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ സ്ത്രീകളും ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് ഇതുപോലെ ജോലികൾ ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആരെങ്കിലും നമ്മളുടെ അടുത്ത് ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനത്തോടെ നമ്മൾ പറയണം നമ്മളാണ് ഏറ്റവും കൂടുതൽ ഒരു ദിവസം ജോലി ചെയ്യുന്നവർ, പക്ഷെ ശമ്പളം ഇല്ലയെന്ന് മാത്രമുള്ളെന്ന്. അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ കുറേയധികം മാറ്റങ്ങൾ വരും. അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കൂടെ നിങ്ങൾ അറിയിക്കുക. ഇനി നമുക്ക് തിരിച്ച് വീണ്ടും ക്ലീനിങ്ങിലേക്ക് വരാം.
അപ്പോൾ ഹാളിലെ അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഹാളിൽ അത്യാവശ്യം എല്ലാം പാത്തൂസ് നിരത്തിയിട്ടിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ഒതുക്കി വെക്കുകയാണ്. എന്നാലും വീണ്ടും അവൾ നിരത്തിയിടും, അത് വേറെ കാര്യം. എന്നാലും ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമുണ്ട്. പിന്നെ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് വലിയൊരു ബുദ്ധിമുട്ട് വരുകയല്ല, നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ. ഇല്ലയെന്നുണ്ടെങ്കിലാണ് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒക്കെ ടൈമിൽ നമ്മൾ കുറേ അധികം ബുദ്ധിമുട്ടുന്നത്. അങ്ങനെ ഞാൻ അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കി പെറുക്കി, അതുപോലെ അയൺ ചെയ്ത തുണി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കൊണ്ടുവന്ന് അലമാരിക്കകത്ത് വെച്ചു. പിന്നെ സ്പൈഡർ പ്ലാന്റ് ആണെങ്കിൽ കുറേ അധികം അതിൻ്റെ ലീവ്സിന് കേട് വരുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് സ്പൈഡർ പ്ലാന്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊണ്ടക്കളഞ്ഞതൊന്ന് വൃത്തിയാക്കി വെച്ചു. അതിനുശേഷം ടീ ടേബിൾ ഒന്ന് തുടച്ചിടുകയാണ്. അപ്പോൾ പാത്തു ആണെങ്കിൽ അതാണ്ട് എൻ്റെ പുറത്ത് കയറി മാമ കളിക്കാമെന്നും പറഞ്ഞിട്ട് പുറത്ത് കയറുക കേട്ടോ. അതാ നമ്മൾ ആര് താഴെ ഇരുന്നാലും അപ്പോഴേ അവൾ വന്ന് നമ്മുടെ പുറത്ത് കയറും. അങ്ങനെ അതൊക്കെ തുടച്ച് കഴിഞ്ഞ് പാത്തുവിനെ മാറ്റി. അതുപോലെ തന്നെ ഇത് ബോൺസായി, നമ്മൾ കിച്ചണിൽ വെച്ചിരുന്ന ബോൺസായാണ്, നമ്മുടെ വ്ലോഗുകൾ കാണുന്നവർക്കറിയാം. അപ്പോൾ ആ കിച്ചണിൽ ഇരുന്ന സമയത്ത് ആ ഒരു ആവി തട്ടി ആ ചൂട് വന്നിട്ട് അതിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു പോകുമായിരുന്നു. ഇപ്പം നമ്മളതെടുത്ത് വീണ്ടും ഹാളിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് നല്ല ഹെൽത്തി ആയിട്ട് ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. അമ്മ ക്ലീനിങ്ങും അപ്പ ഓഫീസിലും പോയോ? അപ്പ പറ്റിക്കാം. എന്തിന്? ഡോറെ മുട്ടിയോ? അങ്ങനെ ഹോളിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അടുത്തത് ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ബെഡ്റൂമിൽ വരുമ്പോഴത്തേക്കും ഇതായിരിക്കും അവസ്ഥ. അപ്പം ഞാൻ ബെഡ്ഷീറ്റ് മാറ്റുന്നത് ഒരു 4 ദിവസം കൂടുമ്പോഴാണ്. അപ്പോൾ ഇത് ഇട്ടിട്ട് 2 ദിവസമായിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റ് മാറ്റുന്നില്ല ഇപ്പം. അപ്പോൾ ഷീറ്റ് ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ച് വൃത്തിയാക്കിയിടുകയാണ്. സാധാരണ നമ്മൾ എണീക്കുമ്പോൾ തന്നെ ബെഡ്ഷീറ്റ് വിരിച്ചിടുന്നതാണ് നല്ലത്. പക്ഷേ എൻ്റെ കേസിൽ പാത്തു എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് വിരിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ക്ലീനിങ്ങിൻ്റെ സമയത്ത് തന്നെയാണ് ഞാൻ ഷീറ്റും വിരിച്ചിടുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വിധിച്ചതിന് ശേഷം തിരിച്ച് പില്ലൊക്കെ വെക്കുകയാണ്. പിന്നെ പാത്തുവിൻ്റെ ഒരു പുതപ്പാട്ടോ അതും തിരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ബെഡ്റൂമിലെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത ബെഡ്റൂമിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഷീറ്റ് മാറ്റണമായിരുന്നു, കാരണം ഇതിൽ കിടക്കുന്നില്ലല്ലോ ആരും. അപ്പോൾ ഞാനൊരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഷീറ്റ് മാറ്റാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഷീറ്റ് മാറ്റേണ്ടതായിരുന്നത് കൊണ്ട് ഞാൻ ഷീറ്റും മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഒരു ജോലി എന്ന് പറയുന്നത് തുണി മടക്കുകയാണ്. ഇന്നലെ കഴുകിയിട്ട തുണി ഇന്നത്തേക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ ഇടയ്ക്കൊക്കെ നമുക്കിവിടെ ഭയങ്കര തണുപ്പും അതുപോലെ തന്നെ മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ തുണി ഉണങ്ങാനൊക്കെ പാടായിരുന്നു. സമയം ഇപ്പോൾ വീണ്ടും വെയിലൊക്കെ തെളിഞ്ഞു തുടങ്ങിയപ്പോൾ വീണ്ടും നമുക്ക് തുണിയൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും മടിയുള്ള 2 കാര്യം എന്ന് പറയുന്നത് പാത്രം കഴുകാനും തുണി മടക്കാനുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ അപ്പം ചെയ്തു പോകും. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ കുന്നുകൂടി അവിടെ കിടക്കും. അങ്ങനെ കൂടുതൽ കാണുമ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാനായിട്ട് മടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ തുണിയൊക്കെ മടക്കി വെക്കുകയാണ്. കുറേ തവണ വായിൽ അപ്പം എന്ന് വരുന്നുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് ക്ഷമിക്കണേ. പിന്നെ ഓരോ സെക്ഷൻ വൈസാണ് ഞാൻ തുണി മടക്കി വെക്കുന്നത്. അതാകുമ്പോൾ എളുപ്പത്തിന് നമുക്ക് എടുത്ത് അലമാരിയിലേക്ക് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ സെക്ഷൻ തിരിക്കേണ്ടി വരും. അങ്ങനെ തുണിയെല്ലാം മടക്കി എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ തൂത്ത് വരുവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം നമുക്കൊരു മെയ്ഡുണ്ട് ഓൾറെഡി. പക്ഷെ അവർ മാസത്തിൽ 2 ദിവസമൊക്കെ ലീവ് എടുക്കും. അപ്പോൾ ഇന്ന് മെയ്ഡില്ലാത്ത ദിവസമാണ്, അതുകൊണ്ട് ഞാൻ തന്നെ തൂത്ത് തുടയ്ക്കാൻ പോവാണ്. പുള്ളിക്കാരി വന്ന് തൂത്ത് തുടച്ചാലും നമുക്കൊരു ദിവസം 2-3 നേരമൊക്കെ തൂക്കേണ്ടി വരും കേട്ടോ. അത് കൊച്ചു കുട്ടികളുള്ള അമ്മമാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ തൂത്ത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് തുടച്ചും കൂടി ഇടുകയാണ്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഉണങ്ങിക്കോളും, വെയിലുള്ളതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാത്റൂമിലേക്ക് വന്നിട്ട് വാഷ് ബേസിൻ ഒന്ന് കഴുകാനായിട്ട് പോകണം. അത് നമ്മൾ ബാത്റൂം ക്ലീനർ, ഹാർപ്പിക്കിൻ്റെ ബാത്റൂം ക്ലീനർ വെച്ചിട്ട് തന്നെയാണ് കഴുകുന്നത്. അപ്പോൾ ഞാനത് സിങ്കിലൊക്കെ ഒന്ന് ഒഴിച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കഴുകാനായിട്ട് പോകുന്നത്. അപ്പോൾ സിങ്കിലൊഴിച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രഷ് ഇട്ടിട്ട് നല്ലതായിട്ട് നമ്മൾ ഉരച്ച് കഴുകുകയാണ്. കാരണം ഏറ്റവും പെട്ടെന്ന് വൃത്തിയിടാവുന്നത് ഒരു വാഷ് ബേസിനാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ എന്നും കഴുകുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇവിടെ നിന്ന് വെച്ചാൽ ഇപ്പോൾ പാത്തു ആണെങ്കിലും തന്നെയൊക്കെ വാഷ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചെയറൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് അവൾ തന്നെ കഴിച്ചിട്ടൊക്കെ വന്നിട്ട് വാഷ് ചെയ്തോളും. അപ്പം ബാത്റൂമിലും വാഷ് ബേസിനിലും എല്ലാം മൊത്തം അഴുക്കാകുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും അവരൊന്ന് ഇൻഡിപെൻഡൻ്റ് ആകാനായിട്ട് സഹായിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ചെയ്തോട്ടെ എന്ന് വെക്കും. അതുകൊണ്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഒന്ന് കഴുകിയാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പോട്ടെ ചെയ്തോട്ടെ എന്ന് തന്നെ വെക്കാറുണ്ട്. അങ്ങനെ വാഷ് ബേസിൻ കഴുകി കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ നമ്മുടെ ഫ്ലോറിലേക്കാവും ബാത്റൂമിൽ. അപ്പോൾ ബാത്റൂമും കൂടെ ജസ്റ്റ് ഒന്ന് കഴുകി വിടുകയാണ്. എന്നിട്ട് വൈപ്പ് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് വിടുകയാണെങ്കിൽ പിന്നെ ബാത്റൂം നല്ല ക്ലീനായിട്ട് ഉണങ്ങി കിടന്നോളൂ.
അങ്ങനെ ഞാൻ ഫുള്ളായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് വിടുകയാണ്. അപ്പോൾ എപ്പോഴാണെങ്കിലും നമ്മൾ ബാത്റൂമിൽ കയറിയതിന് ശേഷം ഒന്ന് വൈപ്പ് ചെയ്ത് വിടുവാണെങ്കിൽ ബാത്റൂം നല്ല വൃത്തിയായിട്ട് കിടക്കും കേട്ടോ. അങ്ങനെ ആ ജോലിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഡെയിലി റൂട്ടീൻ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുണി വിരിച്ചു കഴിഞ്ഞാൽ മാത്രം മതിയാകും. തുണി കഴിയുമ്പോഴത്തേക്കും അതെടുത്ത് വിരിക്കുക. അപ്പോൾ ബാക്കി എല്ലാ ജോലികളും തീർന്നിട്ടുണ്ട്. വീട് നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡെയിലി റൂട്ടീൻ ക്ലീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ.